അല്ലാഹുവേ അറ്റത്തേക്ക് കഴിഞ്ഞവരുണ്ട്. അല്ലാഹുവേ കിഡ്നി തകരാറിലായിട്ട് ഡയാലിസ് ചെയ്ത് ജീവിക്കുന്നവരുണ്ട്. അല്ലാഹുവേ നടുവേദനയും പുറം വേദനയും കാൽവേദനയും കാൽമുട്ടുവേദനയും കൈവേദനയും കൊണ്ട് അല്ലാഹുവേ ബുദ്ധിമുട്ടാകുന്നവരുണ്ട്. നിന്റെ മുമ്പിലൊന്ന് നേർക്ക് നേരെ നെറ്റി വെച്ച് സുജൂദ് ചെയ്യാൻ കഴിയാത്തവരുണ്ട്. അല്ലാഹുവേ നീ ഷാഫിയാണ്, കാഫിയാണ്, മുആഫിയാണ്. ആ വിശേഷങ്ങളുടെ ഹക്ക് കൊണ്ട് ഈ ഇരിക്കുന്നവരിലുള്ള രോഗികളുടെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്, ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും രോഗികളാണ് റബ്ബേ. എന്റെ ഉമ്മ രോഗിയാണ് റബ്ബേ. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. നിന്നെ മറന്നു പോകുന്ന, ഇബാദത്ത് മുടങ്ങിപ്പോകുന്ന, ഈമാൻ തെറ്റിപ്പോകുന്ന രോഗങ്ങളോ തിടുക്കങ്ങളോ ഹമ്മുകളോ ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാഹ്. ഉള്ളവർക്ക് ശിഫ നൽകണേ അല്ലാഹ്. കടം കൊണ്ട് വലഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. അതിന്റെ വീട്ടാനുള്ള ഒരു ഹലാലായ നല്ല മാർഗം തുറന്നു കൊടുക്കണേ അല്ലാഹ്. റബ്ബേ അല്ലാഹുവേ ഞങ്ങളെ നാട് ദീനിന്റെ നാടാക്കി തരണേ അല്ലാഹ്. ചെറുപ്പക്കാരെ ദീനിന്റെ ഹാദിമികളാക്കണേ അല്ലാഹ്. അവർക്ക് ശരീരബലവും ദീനിയായ ആവേശവും സന്മാർഗ ജീവിതവും ഹലാലായ ഐശ്വര്യവും നൽകണേ റബ്ബേ. ചെറുപ്പക്കാർക്കൊക്കെ ഹലാലായ ജോലി നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ ഉയർത്തണേ റബ്ബേ. അതിനെ സഹായിക്കുന്നവരെ സഹായിക്കണേ റബ്ബേ. അതൊക്കെ നോക്കി നടത്തുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ ഹജ്ജ് ഉംറ ഉദ്ദേശിച്ചവരുണ്ട്. ഈ പ്രാവശ്യം ഹജ്ജിന് അപേക്ഷ കൊടുത്തിട്ട് അത് പാസ്സായി വന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ പോയിട്ട് മഖബൂലായ മബ്റൂറായ ഹജ്ജ് ഉംറയും സിയാറത്തും ഒക്കെ ചെയ്ത് റാഹത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്കൊക്കെ അല്ലാഹുവേ മരിക്കുന്നതിന്റെ മുമ്പ് നിരവധി പ്രാവശ്യം അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്തവരുണ്ട്. നീ അത് സ്വീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഏത് അമലും സ്വീകരിക്കേണ്ടവൻ നീയാണല്ലോ റബ്ബേ. ഞങ്ങളെ അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അമലുകൾ സ്വീകരിക്കണേ അല്ലാഹ്. അമലുകൾ അധികരിപ്പിക്കാൻ ഫർളായ നിസ്കാരങ്ങളൊക്കെ അതായി ജമാഅത്തായി നിസ്കരിക്കാൻ, സുന്നത്തായ നിസ്കാരങ്ങളും കർമ്മങ്ങളും അധികരിപ്പിക്കാൻ, അതുവഴി നിന്നിലേക്ക് അടുക്കാനുള്ള മാർഗം ഞങ്ങൾക്ക് തുറക്കണേ അല്ലാഹ്. അതിനുള്ള ആഫിയത്ത് തരണേ റബ്ബേ, സിഹത്ത് തരണേ റബ്ബേ, ഈമാൻ തരണേ റബ്ബേ, ഇഖ്ലാസ് തരണേ റബ്ബേ, തഖ്വ തരണേ അല്ലാഹ്. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹുവേ ഞങ്ങളിൽ പലതരത്തിലുള്ള ജോലി ചെയ്യുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്, പലതരത്തിലുള്ള ബിസിനസ്സുകാരുണ്ട്, വാഹനങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വാഹനം ഓടിക്കുന്നവരുണ്ട്. അല്ലാഹുവേ ഓരോരുത്തരുടെയും ജോലികളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാ സമയത്തും അല്ലാഹുവേ ഞങ്ങൾ നിന്റെ ഹിഫ്ളിലാവണേ റബ്ബേ, നിന്റെ കനഫിലാവണേ റബ്ബേ. വിദേശത്ത് പോയ ഞങ്ങളുടെ മക്കളും സഹോദരന്മാരും ഉണ്ട്. പടച്ചവനെ അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും റാഹത്തും സലാമത്തും ഇസ്സത്തും നൽകണേ അല്ലാഹ്. അവരുടെ ജോലികളിൽ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. നല്ല ജോലിയുള്ളവരൊക്കെ അതിൽ സ്ഥിരപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ നിരപരാധികളായി ജയിലുകളിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. അവർക്ക് നീ സലാമത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ മാസത്തിന്റെ ഹക്ക് കൊണ്ട് അവർക്ക് നീ ജയിൽ മോചനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മരിച്ചു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, കുടുംബക്കാരെ ഖബർ സ്വർഗ്ഗമാക്കണേ റബ്ബേ. اللهم صل وسلم على سيدنا محمد
وعلى آل سيدنا محمد അല്ലാഹുവേ ദുനിയാവിൽ ഇസ്സത്തിലാക്കി തരണേ റബ്ബേ ഇസ്സത്തിലാക്കണേ റബ്ബേ ആരും മുമ്പിലും താഴ്ചപ്പാടോടെ കൈനീട്ടേണ്ട അവസ്ഥ വരുത്തരുതേ റബ്ബേ സോഷ്യൽ മീഡിയകളിലോ പത്രങ്ങളിലോ പരസ്യം ചെയ്ത് ഇവരെ രോഗത്തിന് ചികിത്സക്ക് സഹായിക്കണമെന്ന് പറയുന്നൊരു ഗതികേട് ഞങ്ങളിലോ കുടുംബത്തിലോ ഉണ്ടാവരുതേ റബ്ബേ അല്ലാഹുവേ അവസാനം പൂർണ്ണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലി സ്വർഗത്തിലേക്ക് നോക്കി ഹബീബായ മുത്തുനബിയെ കണ്ട് മരണപ്പെടുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ് ഖബർ രക്ഷയിലാക്കി തരണേ റബ്ബേ മഹ്ശറ എളുപ്പമാക്കണേ അല്ലാഹ് സിറാത്തിൽ രക്ഷപ്പെടുത്തണേ റബ്ബേ രക്ഷപ്പെടുത്തണേ റബ്ബേ നരകത്തെ തൊട്ട് ഇത്കാക്കണേ അല്ലാഹ് ഇത്കാക്കണേ അല്ലാഹ് ഇത്കാക്കണേ അല്ലാഹ് സ്വർഗ്ഗം തരണേ അല്ലാഹ് ഹിസാബില്ലാതെ തരണേ റഹ്മാനേ അംബിയാക്കൾ ഔലിയാക്കൾ സാലിഹീങ്ങൾ മുത്തഖീങ്ങൾ സാദാതീങ്ങളോടൊപ്പം ഞങ്ങൾക്ക് നീ ഞങ്ങൾക്കും കുടുംബത്തിനും ജന്നത്തുൽ ഫിർദൗസ് അനുവദിക്കണേ അല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് മാനായ റബ്ബേ നോമ്പ് ഒന്ന് മുതൽ തന്നെ ഇവിടെ നോമ്പ് സജീവമാണല്ലോ അല്ലാഹ് അതിനുവേണ്ടി സഹായിക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ നീ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാഹ് 30 വരെ നോമ്പ് തുറക്ക് വേണ്ടി നോമ്പ് തുറപ്പിക്കുന്നവരെ നാളെ നീ കബൂലാക്കണേ റബ്ബേ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നോമ്പ് നോറ്റ് ഒരുപാട് സമയം അതിനുവേണ്ടി അധ്വാനിക്കുന്ന വലിയവരും ചെറിയവരും കുട്ടികളും ഒക്കെയുണ്ട് അവർക്കൊക്കെ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാഹ് ആ കുട്ടികളെയൊക്കെ സാലിഹീങ്ങളാക്കണേ റബ്ബേ അല്ലാഹുവേ സൽസിയും പ്ലസ് ടുവിന്റെയും ഒക്കെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ് മദ്രസകളിലും കോളേജുകളിലൊക്കെ അതിന്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ് അല്ലാഹുവേ മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ അല്ലാഹ് ഞങ്ങളെ മക്കൾക്ക് നീ ഖുവത്തുൽ ഹിഫ്ളും ഫഹമും ഏറ്റിക്കൊടുക്കണേ റബ്ബേ ربنا عليك توكلنا وإليك أنبنا وإليك المصير ولا حول ولا قوة إلا بالله العلي العظيم إنا قد رفعنا أيدينا راغبين راجين إليك فلا تردنا خائبين إنك قد أمرتنا بدعائك ووعدتنا بإجابتك وقد دعوناك ما أمرتنا فأجبنا كما وعدتنا يا ذا الجلال والإكرام ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وارحمنا إنك أنت الغفور الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله صلى الله على محمد صلى الله على محمد صلى الله عليه وسلم 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 على محمد صلى الله عليه وسلم صلى الله 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 على محمد
صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى